പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി എന്നോട് പറഞ്ഞു ഞാൻ പറയാം. ഒറ്റപ്പെട്ട് എന്ത് ചെയ്യണമെന്നറിയാതെ ഉത്തരം കിട്ടാത്ത ചോദ്യവുമായി ഏതെങ്കിലും ഉണങ്ങിയ അസ്ഥികളുടെ ഇടയിൽ വിശ്വസ്തയോടെ ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന ആരെങ്കിലും ഈ രാത്രി ഉറക്കമളച്ച് ദൈവസന്നിധിയിലുണ്ടെങ്കിൽ, എല്ലാ കാലവും നിന്നെ അസ്ഥികളുടെ ഇടയിൽ ഇട്ടുകൊണ്ടിരിക്കുന്ന ഒരു ദൈവമല്ലെന്നും അതിന് നടുവിൽ നിന്ന് പ്രഭുക്കന്മാരോട് ദൂത് പറയാൻ, ഉന്നതന്മാരോട് ദൂത് പറയാൻ സ്വർഗത്തിലെ ദൈവം നിനക്കൊരു കാലം വെച്ചിട്ടുണ്ടെന്നും കൂട്ടു സഹോദരനെ പോലെ ഇന്ന് രാത്രി പ്രാർത്ഥിച്ചിരിക്കുന്ന ദൈവമക്കളോട് ആലോചന പറഞ്ഞാൽ എന്റെ കർത്താവ് എനിക്കത് തരുമെന്ന് വിശ്വസിക്കുന്ന എത്ര ദൈവമക്കൾ ഈ ദൂതിന്റെ മുമ്പിലുണ്ട്. അവരിന്ന് രാത്രി സന്തോഷത്തോടെ പറ, ഇന്ന് രാത്രി ഞാൻ നിൽക്കുന്നത് അസ്ഥികളുടെ ഇടയിലാണ്. ദൈവം എന്നെ നിർബന്ധിക്കുന്നത് ഈ മിണ്ടാ പ്രാണികളോട്, പ്രതികരിക്കാത്തവരോട് പ്രവചിക്കാനാണെങ്കിൽ എനിക്ക് മറ്റൊരു അധ്യായം വെച്ചിട്ടുണ്ട്. അത് മിണ്ടാ പ്രാണികളുടെ ഇടയിലല്ല, പിന്നെ പ്രഭുക്കന്മാരോട്, അവരോട് പ്രവചിക്കാൻ. ഞാൻ നിങ്ങളോട് പറയാം, എന്നെ കേൾക്കുന്ന പ്രിയ അമ്മമാരോടും സഹോദരിമാരോടും ദൈവദാസന്മാരോടും പറയാം, എല്ലാ കാലത്തും ഒരിടത്തായിരിക്കില്ല നമ്മൾ. എല്ലാ കാലത്തും ഒരന്തരീക്ഷമായിരിക്കില്ല. എല്ലാ കാലത്തും ഒരുപോലത്തെ അധ്യായമായിരിക്കില്ല. എല്ലാ കാലത്തും ഒരുപോലത്തെ സ്റ്റാറ്റസ് ആയിരിക്കില്ല. നിന്റെ നിലവാരം മാറും. ഈ അധ്യായങ്ങൾക്ക് നിന്നോട് പറയാനുള്ളത്, നിന്റെ ശുശ്രൂഷ മാറും, നിന്റെ കാഴ്ചപ്പാട് മാറും, നിന്നെ ഉപയോഗിക്കുന്ന തലം മാറും. വിശ്വസിക്കാവുന്ന ദൈവമക്കൾ മാത്രം. നിന്റെ കുടുംബം ഇന്ന് അസ്ഥിത്താഴ്വര പോലെയാണെങ്കിൽ അതേ കുടുംബത്തെ പ്രഭുക്കന്മാരുടെ നിരയാക്കി മാറ്റാൻ കഴിവുള്ള കർത്താവിനെ ഈ രാത്രിയിലെ പ്രാർത്ഥനയിൽ ഞാൻ ഉറക്കെ പറയുമ്പോൾ സ്വത്രത്തോടെ ആ ദൂത് പിടിച്ചെടുക്കാൻ ഇന്ന് രാത്രി കഴിയുമെങ്കിൽ ആത്മാവിൽ പിടിച്ചെടുത്തോളണം. എല്ലാ കാലവും നമ്മുടെ കുടുംബങ്ങൾ, നമ്മുടെ ജീവിതം, നമ്മുടെ സ്വന്തം പശ്ചാത്തലം ഒരുപോലെ ആയിരിക്കുകയില്ല. ഹല്ലേലൂയ, ഒരുപോലെ ആയിരിക്കുകയില്ല. ഇന്ന് ഞാൻ നിങ്ങളുടെ ചിലരെ നോക്കിക്കൊണ്ട് ദൈവാത്മാവിൽ പറയാം, ഇന്ന് നീ വന്നത് ഒരു അസ്ഥികൂടത്തിന്റെ ഇടയെന്നായിരിക്കും. പ്രതികരണമില്ലാത്ത, ചലനമില്ലാത്ത, തൊലി ഉരിഞ്ഞു പോയ അസ്ഥികൾ ബന്ധം വിട്ട സ്വതലറിയ അതിനിടയിൽ ഒറ്റയ്ക്ക് കടന്ന് പ്രാർത്ഥിക്കുന്ന നിസ്സഹായയായ, ഉത്തരം മുട്ടിക്കിടക്കുന്ന ഒരാളായിരിക്കും നീ. സ്വർഗത്തിലെ ദൈവം നിന്നെ അതിനിടയിൽ എല്ലാ കാലവും ഇട്ടുകൊണ്ടിരിക്കത്തില്ലെന്ന് ഇതിന്റെ ഔട്ടറിൽ നിന്നുകൊണ്ട് ഒരു ആലോചന പറയുമ്പോൾ എന്റെ കർത്താവ് എന്നെ ഉപയോഗിക്കും. ശക്തന്മാരുടെ ഇടയിൽ, പ്രഭുക്കന്മാരുടെ ഇടയിൽ, ഉന്നതന്മാരുടെ ഇടയിൽ എന്ന് സ്വർഗത്തിലെ ദൈവത്തിന്റെ ആലോചന പ്രകാരം ദൈവാത്മാവിൽ പറയുമ്പോൾ ഒരിക്കൽ കൂടി സ്വത്രത്തോടെ പറ, സ്ഥിതിഗതികളെ മാറ്റുന്ന ഒരു ദൈവമുണ്ട്. സ്വത്രം 1-2 അധ്യായം കഴിഞ്ഞ് പിന്നെയും മുന്നോട്ട് പോകുമ്പോൾ ദൈവത്തിന്റെ ശുശ്രൂഷയുടെയും കാഴ്ചപ്പാടിന്റെ തലങ്ങൾ മാറുകയാണ്. കർത്താവിന്റെ ആത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു, എല്ലാ കാലവും പ്രാർത്ഥിക്കുന്നവർ ഒരു സ്ഥലത്തായിരിക്കില്ല. എല്ലാ കാലവും പ്രാർത്ഥിക്കുന്നവന്റെ ഭവനം ഒരുപോലെ ആയിരിക്കില്ല. ചിലപ്പോൾ ഉണങ്ങിക്കിടക്കും, കുറെ കഴിയുമ്പോൾ സ്ഥിതിക്ക് ഭേദം വരും. നിന്നെ നിർത്തേണ്ട സ്ഥലത്ത് നിർത്താൻ, ആക്കേണ്ട സ്ഥാനത്താക്കാൻ കഴിവുള്ള കർത്താവ് ഇന്ന് രാത്രി, ഈ രാത്രി പ്രാർത്ഥനയിൽ നിന്റെ അടുക്കലുണ്ട്. ആ ദൈവത്തെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്തുകൊണ്ട് വായിച്ചു വേദവാക്യത്തിന്റെ പ്രസക്തമായ ഭാഗങ്ങളിലേക്ക് നിങ്ങളെ നയിക്കാൻ വേണ്ടി കർത്താവ് ശരണപ്പെടുകയാണ്.